പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ ആമേൻ. എന്നെ ശ്രവിച്ചുകൊണ്ടിരിക്കുന്ന ലോകമെമ്പാടുമുള്ള മാതാപിതാക്കളെ, സഹോദരി സഹോദരന്മാരെ, സുഹൃത്തുക്കളെ, സെൽഫ് കോൺഫിഡൻസും അറിവും നമ്മുടെ ആത്മവിശ്വാസത്തെ വളർത്തുന്നതിന് അറിവ് എത്രത്തോളം ഗുണപ്രദമാകുന്നു എന്നുള്ള ഒരു ചർച്ചയിലേക്കാണ് ഇന്ന് നിങ്ങളെ ഓരോരുത്തരെയും ഞാൻ ക്ഷണിക്കുന്നത്. എല്ലാവർക്കും സ്വാഗതം. അറിവില്ലാതെ ആത്മവിശ്വാസം ഉണർത്താൻ സാധിക്കുമോ എന്ന് ചോദിച്ചാൽ സാധിക്കില്ല എന്നുള്ള വലിയൊരു ഉത്തരം തന്നെയാണ് നമുക്ക് പറയാനായിട്ട് സാധിക്കുക. നമുക്കറിയാം, അറിവിൻ്റെ മേഖലയൊക്കെ ഒരുപാട് വളർന്നു വികസിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇത് കമ്പ്യൂട്ടറിൻ്റെ യുഗമാണ്, ഇൻ്റർനെറ്റിൻ്റെ യുഗമാണെന്നൊക്കെയാണ് നമ്മൾ പറയുന്നത്. ആകെയുള്ള അറിവിൻ്റെ 10 ഇരട്ടിയാണ് 10 വർഷം കഴിയുമ്പോൾ ആയിത്തീരുന്നത്. അതായത് അറിവിൻ്റെ മേഖല ഓരോ ദിവസവും തമ്മിൽ വളർന്നുകൊണ്ടിരിക്കുകയാണ്. ഇന്ന് കോളേജുകളിലും യൂണിവേഴ്സിറ്റികളിലൊക്കെ പഠിച്ചിറങ്ങുന്ന നമ്മുടെ യുവതി യുവാക്കളുടെ അറിവും ഒരു 25 വർഷം മുമ്പ് പഠിച്ചിറങ്ങിയ നമ്മുടെ ചേട്ടന്മാരുടെ ചേച്ചിമാരുടെ അറിവ് വെച്ച് തട്ടിച്ചു നോക്കിക്കഴിഞ്ഞാൽ ലേറ്റസ്റ്റ് നോളജ് പഴയ അറിവിനെല്ലാം ആകെ തകിടം മറച്ചിരിക്കുന്നു എന്ന് നമുക്ക് കാണാനായിട്ട് സാധിക്കും. ഒരു ഡോക്ടറെ എടുത്ത് നോക്കുക. 25 വർഷം പരിചയമുള്ള ഒരു ഡോക്ടറും അതുപോലെ 2 വർഷം പഠിച്ചിറങ്ങിയ ഡോക്ടറും തമ്മിലുള്ള വ്യത്യാസം. ഇന്ന് ചില മേഖലകളിലൊക്കെ തന്നെ 25 വർഷം പഴക്കമുള്ള ഡോക്ടറെയൊക്കെ മാറ്റി 2 വർഷത്തെ പരിചയം മാത്രമുള്ള ഡോക്ടേഴ്സിനെയൊക്കെ പ്ലേസ് ചെയ്യുന്നതായിട്ട് നമ്മൾ കണ്ടിട്ടുണ്ട്. അത്രയ്ക്ക് അറിവിൻ്റെ കാര്യത്തിൽ വളരെയധികം ആധുനികത അങ്ങ് കയറി പിടിച്ചിരിക്കുകയാണ് എന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. ബിസിനസ് മേഖല എടുത്ത് നോക്കിയേ. ഇന്ന് യങ്സ്റ്റേഴ്സാണ് ബിസിനസ് മേഖലകളെയൊക്കെ കൺട്രോൾ ചെയ്യുന്നത്. കാരണം ഇന്നത്തെ അറിവിനെ തട്ടിച്ചു നോക്കുവാനായിട്ട് പഴയ അറിവുകളെ, പഴയ കാലഘട്ടങ്ങളിൽ എടുത്തു നോക്കിയേ. ഇപ്പം ഞാനൊരു അച്ഛനാവും വരുന്നതിന് മുമ്പ് ഒരു പെയിൻറ്ററായിരുന്നു. ബ്രഷ് വെച്ചാണ് പെയിൻറ് ചെയ്തുകൊണ്ടിരുന്നത്. ഇന്ന് ആ കാലഘട്ടമൊക്കെ മാറിക്കൊണ്ടിരിക്കുകയല്ലേ. അപ്പോൾ ഓരോ മേഖലകളിൽ എടുത്തു കഴിഞ്ഞാലും മുൻപൊക്കെ കൈകൊണ്ട് എഴുതിയാണ് ഫയലുകളൊക്കെ സൂക്ഷിച്ചിരുന്നത്. ഇന്ന് അതിൻ്റെ സ്ഥാനത്ത് പിന്നെ ടൈപ്പ് റൈറ്റർ വന്നു, പിന്നെ കമ്പ്യൂട്ടർ വന്നു. ഇന്ന് എങ്ങനെയാണ് എത്രയും വലിയ ഫയലുകളൊക്കെ സൂക്ഷിച്ചിരുന്നിരിക്കുന്നിടത്ത് വെറും ഒരു ചെറിയ അലമാരിയോ ഒരു ചെറിയ ഡിസ്ക് ഉണ്ടെങ്കിൽ എല്ലാം സൂക്ഷിക്കാൻ പറ്റുന്ന ഒരവസ്ഥയിലേക്കൊക്കെ നമ്മുടെ ലേറ്റസ്റ്റ് നോളജ് വർദ്ധിച്ചുകൊണ്ടിരിക്കുകയല്ലേ. അപ്പം നമുക്ക് അനുദിനം നമ്മുടെ അറിവിനെ അപ്ഡേറ്റ് ചെയ്യാനായിട്ട് സാധിക്കണം. അനുദിനം നമ്മൾ അപ്ഡേറ്റ് ചെയ്യുന്നില്ലെങ്കിൽ, ഇപ്പം ഇന്ന് ഒരു പോസ്റ്റിലേക്ക് നിയോഗിക്കപ്പെട്ട വളരെയധികം അറിവുള്ള ഒരു ഡോക്ടർ അല്ലെങ്കിൽ ഒരു എൻജിനീയർ അല്ലെങ്കിൽ ഒരു വക്കീൽ അല്ലെങ്കിൽ ഒരു ബിസിനസ്മാൻ, അയാൾ പ്രസ്തുത വ്യക്തി തൻ്റെ അറിവിനെ അനുദിനം അപ്ഡേറ്റ് ചെയ്യുന്നില്ലെങ്കിൽ അദ്ദേഹം ഒരു 10 വർഷം കഴിയുമ്പോൾ 10 വർഷത്തിൽ കഴിഞ്ഞ് വരുന്ന ഒരു വ്യക്തിയെ നോക്കുമ്പോൾ അദ്ദേഹം പഴഞ്ചനായിട്ട് തീരും. ഇതാണ് അറിവിൻ്റെ കാര്യത്തിൽ നമ്മൾ ഓരോ ദിവസവും കടന്നു വരുന്ന അറിവുകൾ. വക്കീൽമാരെ കുറിച്ച് അങ്ങനെയല്ല പറയുന്നത്. ഓരോ ദിവസവും ഒരു പുതുതായിട്ട് വരുന്ന നിയമ ഭേദഗതികളെക്കുറിച്ച് പഠിച്ചുകൊണ്ടിരിക്കുന്നവൻ വളരുമെന്നല്ല കവി പറയുന്നത്. അപ്പോൾ നമ്മൾ അനുദിനം പഠിക്കുന്നവരായിട്ട് തീരണം. അല്ലെങ്കിൽ നമ്മളിപ്പോൾ എനിക്കിപ്പോൾ 56 വയസ്സ് തന്നെ എപ്പോഴും പറയാറില്ലേ. അപ്പം നമ്മുടെ പ്രായത്തിനനുസരിച്ച് ഈ കാലഘട്ടത്തിൽ 2026 എനിക്ക് ജീവിക്കണമെങ്കിൽ ഈ കാലഘട്ടത്തിലെ ആ സ്റ്റാൻഡേർഡിലേക്ക് എനിക്ക് ഉയരാനായിട്ട് സാധിക്കണം. കാലഘട്ടങ്ങൾക്കനുസരിച്ച് ഉയരുക എന്ന് പറയില്ലേ. കാലഘട്ടങ്ങൾക്കനുസരിച്ച് നമ്മൾ വളരാനും ഉയരാനും മനസ്സിലാക്കാനായിട്ട് സാധിക്കണം. നമ്മുടെ സാഹചര്യങ്ങൾ ഒരു 25 വർഷം എടുക്കുമ്പോഴുള്ള സാഹചര്യങ്ങൾ പോലെയല്ല. എല്ലാ മേഖലകളിലും ഒരുപാട് വർധനവുണ്ടായിട്ടുണ്ട്. ഇപ്പോൾ ചുമരുകളിലൊക്കെ പരസ്യം എഴുതിയിരിക്കുന്ന ഒരു കാലഘട്ടമൊക്കെ ഉണ്ടായിരുന്നില്ലേ. അത് കഴിഞ്ഞ് ഫ്ലെക്സായി, ഇപ്പോൾ ആധുനികമായിട്ടുള്ള രീതികളായി. ഇപ്പം നമ്മുടെ പള്ളികളിലൊക്കെ മുമ്പൊക്കെ ഡെക്കറേഷനൊക്കെ ചെയ്യാറുണ്ടല്ലേ, വളരെ സിമ്പിളായിട്ടുള്ള ഐറ്റമുണ്ട്. ഇന്ന് അവിടെ ലൈറ്റൊന്നും കാണുന്നില്ല, മറിച്ച് മിന്നായം പോലെ ഓരോ സംഗതികൾ ഇങ്ങനെ പുറത്തേക്ക് വന്നുകൊണ്ടിരിക്കുക. ഇതാണ് ആധുനികത. എല്ലാ മേഖലകളിലും, അറിവിൻ്റെ മേഖല എല്ലാ മേഖലകളിലും കടന്നുകയറ്റം നടത്തിക്കൊണ്ടിരിക്കുകയാണ്. നിരീക്ഷണ പരീക്ഷണങ്ങളൊക്കെ നടത്തിക്കൊണ്ടിരിക്കുകയാണ്. ഇപ്പം നമ്മുടെ കുട്ടികളോടൊക്കെ നിങ്ങൾക്ക് ആരായിട്ട് തീരണം? ഞാൻ 2 വർഷം ഒരു CBSE സ്കൂളിൽ കൗൺസിലറായിരുന്നു പറയാറില്ലേ. നമ്മൾ ചോദിച്ചാൽ അവർക്ക് ശാസ്ത്രജ്ഞന്മാരാകാനാണ് കൂടുതൽ പേർക്ക് ആഗ്രഹം. ശാസ്ത്രീയമായിട്ടുള്ള കണ്ടുപിടുത്തങ്ങൾ നടത്തുവാനായിട്ട്,
പുതിയ പുതിയ കൊച്ചുകുട്ടികൾ പോലും ഇപ്പോൾ കൊച്ചു കൊച്ചു കണ്ടുപിടുത്തങ്ങൾ നടത്തിക്കൊണ്ടിരിക്കുകയാണ്. അവർക്ക് മുൻനിരയിലേക്ക് വരുവാനായിട്ട് ഉള്ള സാങ്കേതിക വിദ്യകൾ ഉപയോഗിച്ചുകൊണ്ട് ഉയർന്ന മേഖലകളിലേക്ക് മനസ്സിലാക്കുവാനായിട്ട്, അറിവിൻ്റെ മേഖലകളിലേക്ക് ഉയരുവാനായിട്ട് ഇന്ന് എല്ലാവരും ശ്രമിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പം അവരുടെ മുമ്പിലൊക്കെ എന്നെ കേട്ടുകൊണ്ടിരിക്കുന്ന നമ്മൾ പഴഞ്ചരായി പോകാതിരിക്കാനായിട്ട് അനുദിനം അറിവിനെ നമ്മൾ മനസ്സിലാക്കുവാനായിട്ട്, വളർത്തുവാനായിട്ട് ശ്രമിക്കുന്നവരായിട്ട് തീരണം. ഏതൊരു പുതിയ അറിവിനെ കുറിച്ച് കിട്ടിക്കഴിഞ്ഞാലും അത് ഒന്ന് മനസ്സിലാക്കിയിട്ട് ആ അറിവ് സ്വായത്തമാക്കിയെടുക്കാനായിട്ട് നമുക്ക് സാധിക്കണം. എന്നാലേ നമുക്ക് ഇന്നത്തെ കാലത്ത് പിടിച്ചു നിൽക്കണമെങ്കിൽ ഇന്നത്തെ കാലത്തെ അറിവിലേക്ക് നമ്മൾ മനസ്സിലാക്കി ഇന്നത്തെ കാലത്തെ അറിവിലേക്ക് നമ്മൾ ഉയരാനായിട്ട് സാധിക്കുമ്പോഴാണ് ഏതൊരു മേഖലകളിൽ എടുത്തു ചെന്ന് കഴിഞ്ഞാലും എല്ലാവരും ശ്രദ്ധിക്കുന്നത്. ഇപ്പോൾ ഞാൻ അച്ഛനാണ്, ഒരു പ്രസംഗം പറയാനായിട്ട് നമ്മൾ ചെല്ലുമ്പോൾ അവർ ചിന്തിക്കുന്നത് ഇദ്ദേഹം പുതുതായിട്ട് നവീനമായിട്ട് എന്താണ് ഇദ്ദേഹം പറയാനായിട്ട് പോകുന്നത് എന്നുള്ളതാണ്. ഇപ്പോൾ യേശുവിൻ്റെ കാലത്ത് നടന്നൊരു സംഭവം ആധുനികതയുമായിട്ട് ബന്ധപ്പെടുത്തി ആധുനിക അനുഭവങ്ങളുമായിട്ട് കലർത്തി അവർക്ക് അതൊരറിവായിട്ട്, ഒരു അനുഭവമായിട്ട് അവരുടെ ജീവിതത്തിൽ അത് പങ്കുവെക്കുവാനായിട്ട്, ജീവിതത്തിൽ സ്വായത്തമാക്കുവാനായിട്ട് തീരുമ്പോഴാണ് നമുക്ക് അവരിലേക്ക് ആ കമ്മ്യൂണിക്കേഷൻ നടന്നു എന്ന് പറയാനായിട്ട് സാധിക്കുകയുള്ളൂ. അപ്പം എല്ലാ മേഖലകളിലും ഇന്ന് അറിവ്, നോളജ് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഒരു കാലഘട്ടത്തിൽ എങ്ങനെയെങ്കിലും ജീവിച്ചാൽ മതിയെന്ന് ചിന്തിച്ചിട്ടുണ്ടെങ്കിൽ, അല്ലെങ്കിൽ നമ്മൾ ആ 25 വർഷം മുമ്പ് നമുക്ക് നേടിയ അറിവിൽ തന്നെ നമ്മൾ ആയിരിക്കുന്നവരാണെങ്കിൽ നമുക്ക് ഇന്നത്തെ കാലഘട്ടവുമായിട്ട് ഒത്തുപോകാനായിട്ട് സാധിക്കാത്തവരാകും. കഴിഞ്ഞ ദിവസം ഒരു അപ്പച്ചൻ വന്ന് പറയുന്നു, ഒരുപാട് സമ്പത്തുണ്ട്, നല്ല നിലയിലൊക്കെ മക്കളെ വളർത്തി നല്ല നിലയിലൊക്കെ അവരായിത്തീർന്നു, വലിയ ജോലിക്കാരായിരുന്നു. അപ്പോൾ അവർ പറയുന്നു, ഫാദർ, പപ്പ ഞാനൊരു ഓൾഡാണ്. പുള്ളിയെ കുറിച്ച് തന്നെ അദ്ദേഹം ഒരു ഓൾഡാണെന്നാണ് ഇപ്പം മക്കൾ പറയുന്നത്. ഇപ്പം മാതാപിതാക്കളെയൊക്കെ വൃദ്ധസദനങ്ങളിലൊക്കെ കൊണ്ടുപോയി ആക്കുന്നൊരു കാലഘട്ടത്തിൽ കൂടിയാണ് നമ്മളൊക്കെ ജീവിച്ചു പോകുന്നത്. അതിനൊക്കെ പിറകിലുള്ള കുറേ യാഥാർത്ഥ്യങ്ങളുണ്ട്. ഇന്നത്തെ സാഹചര്യങ്ങളുമായിട്ട്, സംസ്കാര രീതികളുമായിട്ട്, വ്യക്തികളുടെ അറിവുകളുമായിട്ടൊക്കെ തട്ടിച്ചു നോക്കുമ്പോൾ അതിനനുസരിച്ച് നമ്മൾ വളർന്നു വരുന്നില്ലെങ്കിൽ വരുന്ന യുവതലമുറയ്ക്ക് നമ്മൾ ഉൾക്കൊള്ളുവാനായിട്ട് സാധിക്കുകയില്ല. അപ്പം ഇങ്ങനെ പറയും, 2000-ന് മുൻപ് ജനിച്ചവരും 2000-ന് ശേഷം ജനിച്ചവരും തമ്മിൽ വലിയൊരു വിടവുണ്ടെന്ന് നമ്മൾ പറയും. ഇപ്പം 2000-ന് മുമ്പാണ് ഒരു കോമ്പറ്റീഷൻ, എല്ലാവരും ഇപ്പം ഞങ്ങൾക്ക് ജയിക്കണം, ഞങ്ങൾക്ക് ആളാവണം. ഇപ്പം 2000-ന് ശേഷം ജനിച്ചവർ നമ്മുടെ സ്കൂളിലൊക്കെ പരീക്ഷകളൊക്കെ എക്സാമിനേഷനൊക്കെ നോക്കിയേ, കുട്ടികളൊക്കെ പരസ്പരം പറഞ്ഞു കൊടുക്കും അല്ലെങ്കിൽ കാണിച്ചു കൊടുക്കും. കാരണം എല്ലാവരും ഉയർത്തിക്കൊണ്ടുവരണം എന്നുള്ളതാണ്. ഇപ്പം ആധുനിക ശാസ്ത്രമൊക്കെ പറയുന്നത് കുറച്ച് കാലഘട്ടങ്ങളിൽ കൂടി കഴിഞ്ഞ് കഴിഞ്ഞാൽ ഈ രാഷ്ട്രീയത്തിലേക്കൊക്കെ വരുവാനായിട്ട് ആരും ഉണ്ടാകില്ല എന്നാണ്. കാരണം അങ്ങനെ ഭരിക്കുക എന്നതിനേക്കാളും സഹകരിച്ച് ഒരുമിച്ച് മുന്നോട്ട് പോകണം എന്നുള്ള ഒരു ചിന്താഗതിയാണ് 2000-ന് ശേഷം ജനിച്ചവർക്കുള്ളതെന്നാണ്. ഒരു പരിധിവരെ അത് ശരിയുമാണ്. ഇന്നത്തെ യുവതലമുറയൊക്കെ നോക്കി നമ്മൾ എന്തെങ്കിലും ദേഷ്യപ്പെട്ട് കഴിഞ്ഞാൽ ക്ലാസ്സിലൊക്കെ ഒന്ന് കമാൻഡ് ചെയ്ത് കഴിഞ്ഞാൽ അവർ നിർനിമേഷരായിട്ട് നോക്കി. കാരണം അവർക്കത് അറിയില്ല. അവർക്ക് കുറേ ചിരിക്കണം, കുറേ കളിക്കണം, കുറേ എൻജോയ് ചെയ്യണം. ഇനിയിപ്പോൾ ഒന്നുകൂടി വ്യക്തമായിട്ട് പറഞ്ഞാൽ കുറേ എൻ്റർടൈൻ ചെയ്യണം. അല്ലാതെ മറ്റുള്ളവരെക്കാളും എന്നെ വളരണം, മറ്റുള്ളവരെ മാറ്റി നിർത്തണം, തഴയണം എന്നുള്ള ആ ചിന്താഗതികളൊക്കെ ഇന്ന് മാറിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ അറിവിൻ്റെ മേഖല ഓരോ കാലഘട്ടത്തെ നമുക്ക് മനസ്സിലാക്കാനായിട്ട് സാധിക്കുമ്പോഴാണ് നമുക്കും ആ കാലഘട്ടത്തോടൊപ്പം ഒഴുക്കിന് അനുസരിച്ച് നീന്തുക എന്ന് പറയില്ലേ, വളരെ ശരിയായിട്ടുള്ളൊരു പദമാണ്. നമ്മൾക്ക് കാലഘട്ടത്തിനനുസരിച്ച് മാറ്റം വന്നുകൊണ്ടിരിക്കുമ്പോഴാണ് നമുക്ക് ഒത്തുപോകാനായിട്ട് സാധിക്കുക. ശരിയാണ്, നമുക്കുള്ള അറിവുകൾ, നമുക്കുള്ള അനുഭവങ്ങളൊക്കെ ശക്തമാണ്. പക്ഷേ ലേറ്റസ്റ്റായിട്ട് വരുന്ന, ആധുനികമായിട്ട് ഓരോ ദിവസവും കടന്നു വരുന്ന അറിവുകൾ അത് നമ്മുടെ മക്കളൊക്കെ സ്വാംശീകരിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ അറിവ് തട്ടിച്ചു നോക്കുമ്പോൾ ഒരു പക്ഷേ നമ്മളെ നോക്കുമ്പോൾ അവർക്ക് പുച്ഛം തോന്നാം. അപ്പം അതുകൊണ്ടാണ് നമ്മൾക്ക് അനുദിനം സംഭവിച്ചുകൊണ്ടിരിക്കുന്ന അറിവുകളെയും നമുക്ക് ഉൾക്കൊള്ളാനായിട്ട് സാധിക്കണം. നോളജ് ഈസ് വെരി ഇമ്പോർട്ടൻ്റ്. നമുക്ക് അനുദിന ജീവിതത്തിൽ നടന്നുകൊണ്ടിരിക്കുന്ന എല്ലാ കാര്യങ്ങളെക്കുറിച്ചും ഒരു അവബോധം ഉണ്ടാകുവാനായിട്ട് നമുക്ക് സാധിക്കുമ്പോൾ, ഇപ്പോൾ 10 വർഷത്തിന് മുൻപ് ജീവിച്ച അതേ കാലഘട്ടത്തിൽ, ഇപ്പോൾ 25 വർഷം മുമ്പ് ജോലി ചെയ്യുന്ന ഒരു സ്ഥാപനത്തിലെ
ആ വ്യക്തി അതുപോലെ തന്നെ ജോലി ചെയ്യുന്നെങ്കിൽ അദ്ദേഹത്തിൻ്റെ സിസ്റ്റം, അദ്ദേഹത്തിൻ്റെ കാഴ്ചപ്പാട്, അദ്ദേഹത്തിൻ്റെ ആറ്റിറ്റ്യൂഡൊക്കെ എപ്പോഴും ഒരു പഴഞ്ചനായിട്ടാണ് പുതുതായിട്ട് വരുന്ന ഒരു വ്യക്തിക്ക് കാണാനായിട്ട് സാധിക്കുക. കാരണം അത്രയ്ക്കധികം ഉയർച്ച, വളർച്ച ഓരോ കാലഘട്ടത്തിലും ഓരോ ദിനത്തിലും അറിവിൻ്റെ മേഖലകളിൽ ഉണ്ടായിക്കൊണ്ടിരിക്കുന്നുണ്ട് എന്നുള്ളൊരു ബോധ്യത്തിലേക്ക് കടന്നു വരുവാനായിട്ട് നമുക്കും അനുദിനം നമ്മളെ അപ്ഡേറ്റ് ചെയ്തുകൊണ്ടിരിക്കാനായിട്ട് നമുക്ക് സാധിക്കണം. അതിനുവേണ്ടിയുള്ള പരിശ്രമം നമുക്ക് എന്നും ഉണ്ടായിരിക്കണം. മറ്റുള്ളവർ നോക്കിക്കൊണ്ട് അവൻ പുതുമയുള്ളവൻ, അവൻ ഇന്നലെ വന്നവൻ അല്ലെങ്കിൽ ഇന്നലെ വന്നവൾ എന്ന് പറഞ്ഞ് പുച്ഛിക്കാതെ മറ്റുള്ളവരുടെ ആ തലത്തിലേക്ക്, ആധുനികതയിലേക്ക് കടന്നു വരുവാനായിട്ട് നമുക്ക് സാധിക്കുമ്പോഴാണ് അവരോടൊത്ത് ഒത്തുപോകാനായിട്ട് സാധിക്കുക. മറ്റുള്ള ആ പിതാവിനെ കുറിച്ച് മക്കൾ പറഞ്ഞതുപോലെ ഇയാളൊരു പഴഞ്ചനാണ്, പപ്പ ഓൾഡാണെന്ന് പറയാതിരിക്കുന്നതിന് ആ മക്കളുടെ ആ മനോഭാവങ്ങളിൽ ഈ തലമുറയുടെ ഇന്നത്തെ യുഗത്തിൻ്റെ ആ അവസ്ഥ മനസ്സിലാക്കി മുന്നോട്ട് പോകുവാനായിട്ട് ഇന്നത്തെ ക്ലാസ് ഉപകാരപ്രദമാകട്ടെ. അപ്പം നമുക്ക് എന്തറിവ് ലഭിച്ചാലും അത് ഏറ്റവും പുതുമയോടുകൂടി മനസ്സിലാക്കുവാനായിട്ട്, ബോധ്യപ്പെടുവാനായിട്ട്, സ്വാംശീകരിക്കുവാനായിട്ട്, അനുഗമിക്കുവാനായിട്ട്, നമ്മുടെ ജീവിതത്തിൻ്റെ ഭാഗമാക്കി തീർക്കുവാനായിട്ട് എല്ലാവർക്കും ആ വലിയ തീക്ഷ്ണത ലഭിക്കണം. അറിവാണ് നമ്മുടെ ആത്മവിശ്വാസം വളർത്തുക. ഇപ്പം എനിക്കൊരു അറിവുമില്ല, എനിക്ക് എൻ്റെ മക്കളായിട്ട്, എൻ്റെ കുടുംബമായിട്ട് ഒത്തുപോകാൻ സാധിക്കാതെ ഞാനൊരു മൂലയിൽ ഒതുങ്ങിക്കൂടുന്നവനാണെങ്കിൽ എൻ്റെ ആത്മവിശ്വാസം ഒരു ദിവസവും കെട്ടുകെട്ട് പോവുകയാണ്. മറ്റൊരു വക്കീലിനോടോ അല്ലെങ്കിൽ ഒരു എൻജിനീയറിനോടോ ഒരു ബിസിനസ്മാനോടോ അല്ലെങ്കിൽ നമ്മുടെ കുടുംബത്തെ തന്നെ മക്കളുടെ ഉയർന്ന നിലയിൽ അവരായിട്ട് സംസാരിച്ച് നിൽക്കുവാനായിട്ട്, അവരായിട്ട് ഒത്തുപോകാൻ സാധിക്കാത്ത വിധം നമ്മൾ പഴഞ്ചനായിട്ട് പോകുന്നുണ്ടെങ്കിൽ മുന്നോട്ട് വരുവാനായിട്ട് നമ്മുടെ അറിവിൻ്റെ മേഖലകളെ നമുക്ക് വളർത്തിയെടുക്കാം, വികസിപ്പിച്ചെടുക്കാം. അങ്ങനെ ഇന്നത്തെ സമൂഹവുമായിട്ട് ഒത്തുപോകത്തക്ക രീതിയിൽ അനുദിനം ലഭിക്കുന്ന കാര്യങ്ങൾ, അറിവുകൾ എല്ലാം സ്വായത്തമാക്കാനായിട്ട്, മനസ്സിലാക്കുവാനായിട്ട്, ഉൾക്കൊള്ളുവാനായിട്ട്, അനുധാവനം ചെയ്യുവാനായിട്ട് എൻ്റെ ഇന്നത്തെ ക്ലാസ് നിങ്ങൾക്ക് ഉപകാരപ്രദമാകട്ടെ എന്ന് ആശംസിക്കുന്നു, പ്രാർത്ഥിക്കുന്നു. എപ്പോഴും പറയാറുണ്ട്, ആഗ്രഹം വേണം, പ്രാർത്ഥന വേണം, പരിശ്രമം വേണം. യാക്കോബ് ശ്ലീഹ പറയുന്ന പ്രകാരമല്ലേ, നിങ്ങളുടെ വിശ്വാസം എന്നെ കാണിക്കുക, ഞാൻ എൻ്റെ വിശ്വാസവും എൻ്റെ പ്രവൃത്തിയും കൂടി നിങ്ങളെ കാണിച്ചു തരാം. വിശ്വാസം മാത്രം പോരാ, പ്രവൃത്തി കൂടി വേണമെന്നാണ് യാക്കോബ് ശ്ലീഹ പറയുന്നത്. നമുക്ക് അനുദിന ജീവിതത്തിൽ നമ്മൾക്ക് ലഭിക്കുന്നത് പ്രാവർത്തികമാക്കുവാനായിട്ട്, അനുദിനത്തിലെ ഈ ആധുനിക തലമുറയോട് ഒത്തുചേർന്ന് മുന്നേറാനായിട്ട് സർവീസിന് നിങ്ങളെ സഹായിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. മറ്റൊരു വിഷയവുമായിട്ട്, സെൽഫ് കോൺഫിഡൻസിൻ്റെ മറ്റൊരു അധ്യായവുമായിട്ട് സന്ധിക്കുന്നവരെ ഫാദർ തോമസ് കൊടിയൻ, സർവശക്തനായ ദൈവം പിതാവും പുത്രനും പരിശുദ്ധാത്മാവും നിങ്ങളെ സമൃദ്ധമായി അനുഗ്രഹിക്കട്ടെ. ആമേൻ.